ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമീസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു ജിരഞ്ജൻ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടൈം ആൻഡ് വർക്ക് എന്ന ചാപ്റ്ററിലാണ്. നിങ്ങൾക്കറിയാം മത്സര പരീക്ഷകളിൽ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ആൻഡ് വർക്ക് എന്ന ചാപ്റ്ററിന്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഫോർമുല യൂസ് ചെയ്യാതെ ലോജിക്കിലൂടെ എങ്ങനെ പഠിക്കാം എന്നാണ്. അപ്പോൾ ടൈം ആൻഡ് വർക്കിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതിന് മുന്നേ ആയിട്ട് ടൈം ആൻഡ് വർക്ക് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് എൽ സി എമ്മിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. എങ്കിലും ഈ ചാപ്റ്ററിന് ആവശ്യമായിട്ടുള്ള LCM എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നോക്കാം എന്ന് ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. A can do a work in 20 days. B can do the same work in 30 days. In how many days can A and B together do the work? Question എന്താ പറഞ്ഞിരിക്കുന്നത്? A can do a work in 20 days. A ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. A ഒരു ജോലി 20 ഡേയ്സിൽ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? B can do the same work in 30 days. B A ചെയ്ത അതേ ജോലി 30 ഡേയിൽ ചെയ്യുന്നു. ഓക്കെ, എന്താ പറയുന്നത്? In how many days can A and B together do the work? എങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ഇവർ ഈ ചെയ്ത അതേ ജോലി ചെയ്തു തീർക്കാൻ എയും ബിയും കൂടി ചേർന്നാൽ എത്ര ഡേയ്സ് ആവും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എയും ബിയും കൂടി ചേർന്ന് ഈ ജോലി എത്ര ഡേയ്സിൽ ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ എയും ബിയും പെയിൻറ്റിങ് പണിക്ക് പോകുന്ന ആൾക്കാരാണെന്ന് കരുതിക്കോളൂ. അവർ കുറച്ച് ചുമര് പെയിൻറ്റ് ചെയ്യുകയാണ്. എത്ര ചുമരാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. എ കുറച്ച് ചുമരുകൾ 20 ദിവസം കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യൻ മാറ്റാം. എങ്കിൽ ബി എ ചെയ്ത അത്രയും ചുമരുകൾ ബിക്ക് പെയിൻറ്റ് ചെയ്യാൻ 30 ദിവസം എടുക്കുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് കരുതിക്കോളൂ. എങ്കിൽ എയും ബിയും എത്ര ചുമരായിരിക്കും പെയിൻറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അതിനൊന്നുമില്ല, 20ഉം 30ഉം കൂടെ LCM എടുക്കുക. അത് നമുക്ക് ടോട്ടൽ വർക്കായിട്ട് സങ്കല്പിക്കാം. ഓക്കെ, 20ൻ്റെയും 30ൻ്റെയും LCM, A 20ഉം B 30ഉം ആണ്. 20ൻ്റെയും 30ൻ്റെയും LCM എടുക്കാനായിട്ട് ഒന്നുകിൽ നമുക്ക് നോർമലായിട്ട് LCM എടുക്കുന്ന രീതിയിൽ ചെയ്യാം. പക്ഷേ നമുക്ക് ടൈം ആൻഡ് വർക്കിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് LCM എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തിൽ വലുത് ഏതാന്ന് ആദ്യം നോക്കുക. കൂട്ടത്തിൽ വലുത് 20ൻ്റെയും 30ൻ്റെയും 30ആണ്. ഈ വലുതിൻ്റെ ഏത് മൾട്ടിപ്ലിക്കേഷനിൽ ചെറുതും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാൽ മതി. അതാണ് LCM എടുക്കാനുള്ള എളുപ്പ വഴി. ഇതിൽ 30 ആണ് വലുത്. 30യുടെ ഫസ്റ്റ് മൾട്ടിപ്പിൾ എത്ര? 30 × 1 30. 20 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 30യിൽ? പറ്റില്ല. അപ്പോൾ സെക്കൻഡ് മൾട്ടിപ്പിൾ എത്ര? 30 × 2 60. 60യിൽ 20 പോകും 3 പ്രാവശ്യമാണ്. 20 × 3 ആണ് 60. അപ്പോൾ 30യുടെ സെക്കൻഡ് മൾട്ടിപ്പിൾ 60. 60യിൽ 30യും പോവും 20യും പോവും. എങ്കിൽ അതാണ് LCM. അത് നമുക്ക് ടോട്ടൽ വർക്കായിട്ട് എടുക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത് ടോട്ടൽ വർക്ക് നമുക്ക് 60 എന്നെടുക്കാം. എയും ബിയും ഇപ്പോൾ നോക്കിക്കോളൂ, എയും ബിയും 60 ചുമരുകളാണ് പെയിൻറ് ചെയ്യുന്നു എന്ന് നമ്മൾ എടുത്തു എന്ന് കരുതും. 60 ചുമരുകളാണ് എയും ബിയും പെയിൻറ് ചെയ്തത്. എങ്കിൽ 60 ചുമര് പെയിൻറ് ചെയ്യാൻ എക്ക് 20 ഡേയ്സ് എടുക്കും. എനിക്ക് ഉണ്ട് എത്ര ചുമരായിരിക്കും പെയിൻറ് ചെയ്യുന്നത്? ഒരു ദിവസത്തെ കണക്കെടുക്കാം. 60 ചുമര് പെയിൻറ് ചെയ്യാൻ എക്ക് 20 ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡേയിൽ A 60 / 20 3 ചുമര് വെച്ചായിരിക്കില്ലേ ഒരു ദിവസം പെയിൻറ് ചെയ്യുന്നത്. ഒരു ദിവസം A 3 ചുമര് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ 20 ദിവസം ആകുമ്പോൾ 3 × 20 60 ചുമര് അല്ലേ? ആ നിരക്കിൽ ഒരു ദിവസം ബി ചെയ്യുന്നത് എത്ര വർക്കാണെന്ന് നോക്കാം. 60 ചുമര് പെയിൻറ് ചെയ്യാൻ ബിക്ക് 30 ഡേയ്സ് എടുക്കും. എങ്കിൽ 1 ഡേയിൽ 60 / 30 2 ആണ്. എങ്കിൽ ഒരു ദിവസം ബി 2 ചുമരുകളായിരിക്കും പെയിൻറ് ചെയ്യുന്നത് അല്ലേ? 2 ചുമര് വെച്ച് 30 ദിവസം ആകുമ്പോഴത്തേക്കും 60.
എങ്കിൽ നമുക്കിതിൽ നിന്നും ഒരു ദിവസം എയും ബിയും കൂടി ചേർന്നാൽ എത്ര ചുമരുകൾ പെയിന്റ് ചെയ്യും എന്ന് നോക്കിക്കൂടെ? ഇതാ നോക്കാം. നമ്മൾ ഒരു ദിവസത്തെ ഇവരുടെ കണക്കെടുത്തു. അതായത് ഇവർ ഒരുമിച്ച് ഒരേ സമയത്ത് 1 ഡേയിലാണ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയുടെയും ബിയുടെയും എഫിഷ്യൻസിയാണ് നമ്മൾ കണ്ടെത്തിയത്. നമ്മൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ എഫിഷ്യൻസിയാണ് എടുക്കേണ്ടത്. എഫിഷ്യൻസി എടുത്തിട്ട് അത് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് 1 ഡേ എയും ബിയും കൂടെ ചേരുമ്പോൾ എത്ര വർക്ക് ചെയ്തു എന്നതിലൂടെ കണ്ടെത്താമല്ലോ. ഒരു ദിവസം എ 3 വർക്കും ബി 2 വർക്കും ചെയ്തു എന്ന് കരുതിക്കും. ചെയ്തു എങ്കിൽ എയും ബിയും കൂടെ ചേരുമ്പോഴത്തേക്കും 3ഉം 2ഉം 5 വർക്കാവും. നമ്മൾ ഈ ക്വസ്റ്റനിൽ പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ 5 ചുമരുകളായിരിക്കും അവർ പെയിന്റ് ചെയ്യുന്നത്. എങ്കിൽ ഈ ടോട്ടൽ 60 ചുമരിൽ നിന്ന് നമ്മൾ എടുത്തു. 60 ചുമര് പെയിന്റ് ചെയ്യാൻ എക്കും ബിക്കും എത്ര ഡേയ്സ് ആവും? ഒരു ദിവസം 5 ചുമര് വെച്ചിട്ട് 60 ചുമര് ചെയ്യാനായിട്ട് ഒരു ദിവസം 5, 2 ദിവസം 10, അങ്ങനെ 60 ചുമര് പെയിന്റ് ചെയ്യാൻ എയും ബിയും കൂടെ ചേർന്നാൽ 60/5 12 ആണ് ആൻസർ. ഓക്കെ, ആൻസർ 12. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം ചെയ്യേണ്ടത് ഒന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ തന്നെ എടുക്കുക. ഒരു വർക്ക് എ 20 ദിവസവും അതേ വർക്ക് ബി 30 ദിവസവും എന്നും പറയുന്നു. ഏത് വർക്കെന്ന് നമുക്കറിയില്ല. ബട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ LCMലോട്ട് പോവുക. LCM ടോട്ടൽ വർക്കായിട്ട് എടുക്കുക. അപ്പോൾ അവരുടെ രണ്ടിൻ്റെ LCM വെച്ചിട്ട് നമുക്ക് 60 ടോട്ടൽ വർക്കെന്ന് കിട്ടി. അപ്പം അതിന് 60 ചുമരാണെന്ന് സങ്കല്പിച്ചോളൂ. 20 ദിവസത്തിലാണ് എ അത് പെയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം രണ്ടുപേരുടെയും വർക്ക് ഒരു ദിവസത്തിലോട്ട് മാറ്റി നമ്മൾ രണ്ടുപേരും ഒരു ദിവസം 24 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എ 3 വർക്കാണെന്നുണ്ടെങ്കിൽ ബി 2 വർക്ക്. ഇത് അവരുടെ എഫിഷ്യൻസിയാണ്. അവർ ഒരേ സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും റേഷ്യോ 3:2 ആയിരിക്കും. അത് 1 ഡേ ആണെങ്കിലും 1 അവറിലാണെങ്കിലും ഒക്കെ അവർ ബേസിൽ ചോദിച്ചിരുന്നാലും നമ്മൾ ഡബിൾ LCM എടുത്തിട്ട് 1 അവറിൽ ഒരേ സമയം വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ജോലിയുടെ എഫിഷ്യൻസിയാണ് നമ്മൾ എടുത്തത്. ഈ രീതിയിൽ നോക്കിയിട്ട് രണ്ടുപേരും കൂടെ ചേർന്നാൽ 3 + 2 5 ആണ്. അതിൽ നിന്നും 60 ചെയ്യാനായിട്ട് 60/5 12. ഈ രീതിയിലാണ് ഈ ടൈം ആൻഡ് വർക്ക് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റിത്തരും. അതിനനുസരിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ മാറുന്നു, എങ്ങനെ നമുക്ക് ലോജിക് അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A and B working together do a piece of work in 10 days. എയും ബിയും ഒരുമിച്ചൊരു വർക്ക് 10 ദിവസം കൊണ്ട് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നത്. ഇനി എന്താ പറയുന്നത്? A alone can do it in 12 days. ആ വർക്ക് എ ഒറ്റയ്ക്കാണ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് 12 ദിവസത്തിൽ പൂർത്തിയാക്കും. എന്താ? Then B alone do the same work in. എങ്കിൽ ബി ഈ വർക്ക് എത്ര ദിവസത്തിൽ ചെയ്തു തീർക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് പറയുന്നത്? എയും ബിയും ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതാം. എയും ബിയും കൂടെ ചേർന്ന് ആ വർക്ക് 10 ഡേയ്സിൽ ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നത്. ഓക്കെ, എയും ബിയും കൂടെ ചേർന്ന് ഒരു വർക്ക് ചെയ്യാണ്. എയും ബിയും കൂടെ ചേർന്നിട്ടാണെങ്കിൽ ഈ വർക്ക് ചെയ്യാൻ 10 ഡേയ്സ് ആവും. ഇനി എ എലോൺ ക്യാൻ ഡു ഇറ്റ് ഇൻ 12 ഡേയ്സ്. ആ വർക്ക് എ മാത്രമാണ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ 12 ഡേയ്സും. എങ്കിൽ ബി എലോൺ ഡു ദ സെയിം വർക്ക് ഇൻ. ബി എങ്കിൽ ഈ വർക്ക് എത്ര ദിവസത്തിൽ ചെയ്തു തീർക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേപോലത്തെ മോഡൽ തന്നെയാണ്. അവിടെ ഒരുമിച്ച് അവർ ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിൽ തീർക്കും എന്ന് ചോദിച്ചു. ഇവിടെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചെയ്തിട്ടുള്ള വർക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും എയുടെ മാത്രമായിട്ടുള്ളത് തന്നിട്ടുണ്ട്. നമുക്ക് ബി കണ്ടെത്തണം. എങ്ങനെ ചെയ്യുന്നു നോക്കാം. അവർ പെയിൻറ്റിങ് പണിക്കാരാണ്. അവർ ചുമരുകളാണ് പെയിൻറ് ചെയ്യുന്നത്. LCM ആയിരിക്കും അവർ ചെയ്യുന്ന ചുമരുകളുടെ എണ്ണം എന്നെടുക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ. എങ്കിൽ നമുക്ക് LCM എടുക്കാം. കൂട്ടത്തിൽ വലുത് 12 ആണ്. അപ്പോൾ 12ൻ്റെ ഏത് മൾട്ടിപ്പിളിൽ ചെറുതും പോകും എന്ന് നോക്കിയാൽ മതി. അത് LCM ആകും. ഓക്കെ, എങ്കിൽ 12ൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 12 ആണ്. അതിൽ 10 ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും? പറ്റത്തില്ല. 12ൻ്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ 24, അതിലും പറ്റത്തില്ല. 12 × 3 36 ആണ്, അതിലും പറ്റത്തില്ല. 12 × 4 48, അതിലും 10 പോകത്തില്ല. 12 × 5 60, 60ൽ 10 പോകും. 10 × 6 ആണ് 60. ഓക്കെ, അപ്പോൾ 60 ആണ് LCM. അതാണ് ടോട്ടൽ വർക്ക്. മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ അതറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ LCM 60 ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് 60 എന്നെടുക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ മോഡലിലാണെങ്കിൽ 60 ചുമരുകളുണ്ട്. 60 ചുമരുകൾ എയും ബിയും കൂടെ ചേർന്നിട്ടാണ് ഈ 60 ചുമര് പെയിന്റ് ചെയ്യാൻ 10 ദിവസം എടുക്കുന്നത്. എ മാത്രമാണെങ്കിൽ ഈ 60 ചുമര് പെയിന്റ് ചെയ്യാൻ 12 ദിവസം. ഇതിൽ നിന്നും 1 ഡേ ഇവർ ചെയ്യുന്ന വർക്ക് കണ്ടെത്തിക്കൂടെ? അപ്പോൾ 1 ഡേ അല്ലെങ്കിൽ അവരുടെ വർക്കിന്റെ എഫിഷ്യൻസിയാണ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി പോകുന്നത്. ടോട്ടൽ 60 വർക്കാണുള്ളത്. 60 ചുമരുകളാണ് പെയിന്റ് ചെയ്യാനുള്ളത്. എങ്കിൽ ഈ 60 ചുമര് പെയിന്റ് ചെയ്യാൻ എക്ക് 12 ദിവസമായി. എങ്കിൽ 1 ഡേയിൽ എയുടെ എത്രയായിരിക്കും? 60 ഡിവൈഡഡ് ബൈ 12 5 ആയിരിക്കും. അപ്പൊ ഒരു ദിവസം 5 ചുമരുകളാണ് പെയിന്റ് ചെയ്യുന്നത്. അങ്ങനെ 12 ദിവസം ആകുമ്പോഴത്തേക്കും 5 × 12 60. എങ്കിൽ എയും ബിയും കൂടെ ചേരുമ്പോൾ ഒരു ദിവസം എത്രയായിരിക്കും നോക്കാം. എയും ബിയും കൂടെ ചേർന്ന് ഈ 60 ചുമരുകൾ 10 ദിവസത്തിലാണ് പെയിന്റ് ചെയ്യുന്നത്. എങ്കിൽ എയും ബിയും കൂടി 1 ഡേയിൽ 60 ഡിവൈഡഡ് ബൈ 10 6 ആയിരിക്കും അല്ലേ? എയും ബിയും കൂടെ ചേർന്ന് ഒരു ദിവസം 6 ചുമരുകൾ വെച്ചാണ് പെയിന്റ് ചെയ്യുന്നത്. അങ്ങനെ 10 ദിവസം ആകുമ്പോഴത്തേക്കും 6 × 10 60 ചുമരുകൾ എയും ബിയും കൂടെ ചേർന്ന് പെയിന്റ് ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് ബി ആണ് കണ്ടെത്തേണ്ടത്. നോക്കൂ, എ മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം 5 വർക്കാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് എയും ബിയും കൂടെ ചേരുമ്പോഴത്തേക്കും 5 6 മാറി. 1 ഡേ വർക്കാണ്. 5 6 മാറണം എന്നുണ്ടെങ്കിൽ 5 + 1 അല്ലേ 6. അപ്പൊ ബിയുടെ കോൺട്രിബ്യൂഷൻ 1 അല്ലേ? അപ്പൊ ബി 1 ഡേ ചെയ്യുന്നത് ഒരു ചുമരായിരിക്കില്ലേ പെയിന്റ് ചെയ്യുന്നത്. എ മാത്രമാണെന്നുണ്ടെങ്കിൽ 5 ചുമരാണ് പെയിന്റ് ചെയ്യുന്നത്. എയും ബിയും കൂടെ ചേരുമ്പോഴത്തേക്കും 6 ചുമര് പെയിന്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബി സ്വാഭാവികമായിട്ട് ഒരു ചുമരായിരിക്കും പെയിന്റ് ചെയ്യുന്നത്. അങ്ങനെ ബി ഒരു ദിവസം ഒരു ചുമരാണ് പെയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി വർക്ക് എത്ര ദിവസത്തിൽ തീർക്കുമെന്നാണ് ചോദ്യം. എങ്കിൽ ഈ 60 ചുമര് പെയിന്റ് ചെയ്യാൻ ബിക്ക് 60 ഒരു ദിവസം ഒരു ചുമര് പെയിന്റ് ചെയ്യും. എങ്കിൽ 60 ചുമര് 60 ഡിവൈഡ് ബൈ 1 60. ആൻസർ 60. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഒന്നും കൂടെ നോക്കിക്കോളൂ. വളരെ 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 ഈസിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A, B and C individually can do a work in 10 days, 12 days, 15 days respectively. If they start working together, then the number of days required to finish the work is. എന്താ പറയുന്നത്? എയും ബിയും സിയും അവർ ഇൻഡിവിജ്വലായിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ എക്ക് 10 days ആകും. ഓക്കെ, അവർ ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യുമ്പോൾ എക്ക് 10 days ബിക്ക് 12 days സിക്ക് 15 days ആകും എന്നാണ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ഇഫ് ദേ സ്റ്റാർട്ട് വർക്കിംഗ് ടുഗദർ, അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ദെൻ ദ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു ഫിനിഷ് ദ വർക്ക് ഈസ്, എങ്കിൽ എത്ര ദിവസത്തിൽ അവർ ഈ വർക്ക് ചെയ്ത് തീർക്കും എന്നാണ്. ഇവിടെ 3 പേരുണ്ട്. കഥയിൽ മാറ്റമൊന്നുമില്ല, അതേപോലെ തന്നെയാണ്, അതേ രീതി തന്നെയാണ്. അപ്പോൾ 3 പേരാണ് ജോലി ചെയ്യുന്നത്. ഇവർ പെയിന്റിങ് പണിക്കാരാണ് എന്ന് നമ്മൾ സാധാരണ എടുക്കുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ട് ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്ക് ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ പെയിന്റിങ് പണി പൂർത്തിയാക്കാൻ എക്ക് 10 ദിവസവും അതേ സെയിം പണി ബി ചെയ്യുമ്പോഴത്തേക്കും ബിക്ക് 12 days സിക്ക് അതേ വർക്ക് ചെയ്യുമ്പോൾ 15 ദിവസവും എടുക്കുന്നു. അപ്പോൾ വർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ? അത് ഇവരുടെ 3 പേരുടെയും LCM ആണ്. അപ്പോൾ 3 പേരുണ്ട്. കൂട്ടത്തിൽ വലുതേതാ? 15 ആണ്. 15 കൂട്ടത്തിൽ വലിയ നമ്പർ. ഈ 15ന്റെ ഏത് മൾട്ടിപ്പിളിൽ 12ഉം 10ഉം ഭാഗിക്കാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാൽ മതി. അത് തന്നെയായിരിക്കും LCM. അപ്പോൾ 15 കൂട്ടത്തിൽ വലുത്. 15ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 15 × 1 15. 12ഉം 10ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ 15 × 2 30. 30ൽ 10 മാത്രമേ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. 12 ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 15 × 3 45. 45ലും ഇത് രണ്ടും പോവില്ല. 15 × 4 60. 60ൽ 10 പോവും. 10 × 6 ആണ് 60. 60ൽ 12 പോവും. 12 × 5 ആണ് 60. അപ്പോൾ 60ലാണ് ഇത് 3ഉം പോകുന്നത്. അപ്പോൾ LCM
60. അപ്പോൾ അതാണ് ടോട്ടൽ വർക്ക്. ഓക്കെ, ടോട്ടൽ 60 ചുമരുകളാണ് ഇവർ പെയിന്റ് ചെയ്യുന്നു എന്ന് കരുതിക്കോളൂ. ഈ 60 ചുമര് പെയിന്റ് ചെയ്യാൻ എക്ക് 10 days എടുത്തു. എങ്കിൽ ഒരു ദിവസം എയുടെ ഒരു ദിവസത്തെ വർക്ക് എത്രയായിരിക്കും? 60 ഡിവൈഡഡ് ബൈ 10, 6 അല്ലേ? 1 day വർക്ക് ഇതൊരു ചെയ്ത് ടോട്ടൽ ഡേയ്സിൽ അവർ ഫിനിഷ് ചെയ്തത്. ഓക്കെ, എയുടെ 1 day വർക്ക് 60 ഡിവൈഡ് ബൈ 10, 6 ആണ്. ഒരു ദിവസം 6 ചുമര് വെച്ച് 10 ദിവസം ആകുമ്പോൾ 6 × 10 60 ചുമര് എ പെയിന്റ് ചെയ്ത് തീർക്കും. എങ്കിൽ ബി ടോട്ടല് ബിയുടെ ബിക്ക് 60 ചുമര് പെയിന്റ് ചെയ്യാൻ 12 ദിവസമായി. അപ്പോൾ ഒരു ദിവസം 60 ഡിവൈഡ് ബൈ 12, 5 വർക്ക് വെച്ചായിരിക്കും. ഒരു ദിവസം 5 ചുമര് ബി പെയിന്റ് ചെയ്യും. അങ്ങനെ 12 ദിവസം കൊണ്ടാണ് ഈ 60 ചുമര് പെയിന്റ് ചെയ്യുന്നത്. സി വരുമ്പോൾ സി 15 ദിവസത്തിലാണ് തീർക്കുന്നത്. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 15, 4. സി ഒരു ദിവസം 4 ചുമര്, അങ്ങനെ 15 ദിവസം ആകുമ്പോഴത്തേക്ക് സിയും 60 ചുമര് പെയിന്റ് ചെയ്ത് തീർക്കും. എയും ബിയും സിയും ഒരുമിച്ചാൽ ഈ വർക്ക് എത്ര ദിവസത്തിൽ തീർക്കുമെന്നാണ്. എയും ബിയും സിയും കൂടെ ഒരു ദിവസം ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴത്തേക്കും എത്രതായിരിക്കും ചെയ്യുന്നത്? എ ഒരു ദിവസം 6 ചുമരും, ബി ഒരു ദിവസം 5 ചുമരും, സി ഒരു ദിവസം 4 ചുമരും പെയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ 3 പേരും കൂടെ ഒരുമിക്കുമ്പോഴത്തേക്കും 6 + 5, 11 + 4, 15 ചുമരായിരിക്കില്ലേ ഒരു ദിവസം പെയിന്റ് ചെയ്യുന്നത് അല്ലേ? എങ്കിൽ ഒരു ദിവസം 15 ചുമര് പെയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ 60 ചുമരുകളുണ്ട്. എക്കും ബിക്കും സിക്കും കൂടെ ചേർന്ന് ഈ 60 ചുമര് പെയിന്റ് ചെയ്യാൻ 60 ഡിവൈഡഡ് ബൈ 15 ആയിരിക്കില്ലേ? അങ്ങനെ 4 days ഇവർ 3 പേരും കൂടെ ചേർന്ന് ഈ പണി അങ്ങ് തീക്കും. ആൻസർ 4 ആണ്. 3 പേരും കൂടെ ചേരുമ്പോഴത്തേക്കും അത്രയും ദിവസം കുറയും എന്നുള്ളതാണ്. എ ഒരു ദിവസം 6 ചുമരും, ബി ഒരു ദിവസം 5 ചുമരും, സി ഒരു ദിവസം 4 ചുമരും കൂടെ പെയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 പേരും കൂടെ ഒരുമിച്ചാകുമ്പോഴത്തേക്ക് ഇതിന്റെ ടോട്ടൽ സം 15 ചുമര് പെയിന്റ് ചെയ്യും. അപ്പോൾ 60 ചുമര് പെയിന്റ് ചെയ്യാൻ എത്രയും നോക്കിയാൽ മതി. 60 ഡിവൈഡ് ബൈ 15, 4 ആണ്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A man, a woman and a boy can together complete a piece of work in 3 days. ഇവിടെ പറയുന്നത് എന്താ? ഒരു മാനും ഒരു വുമണും ഒരു ബോയും കൂടെ ഒരു വർക്ക് 3 days ഫിനിഷ് ചെയ്യും അവരൊരുമിച്ച് ചെയ്യുമ്പോൾ. ഇഫ് എ മാൻ അലോൺ ക്യാൻ ഡു ഇറ്റ് ഇൻ 6 days ആൻഡ് ബോയ് അലോൺ ഇൻ 18 days. ആ വർക്ക് ഒരു മാൻ മാത്രമാണ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ 6 ദിവസം കൊണ്ടും, ഒരു ബോയ് മാത്രമാണ് ആ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 18 ദിവസം കൊണ്ടും ഫിനിഷ് ചെയ്യും. ഇനി പറയുന്നുണ്ട് ദെൻ വുമൺ എലോൺ ടു ടേക്ക് കംപ്ലീറ്റ് ദ വർക്ക്. എങ്കിൽ ആ വുമണിന് ആ വർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമുക്ക് എഴുതാം. ഞാൻ മാനിന് എം എന്നും വുമണിന് ഡബ്ല്യു എന്നും ബോയ്ക്ക് ബി എന്നുമാണ് എടുക്കുന്നത്. ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നത് എന്താ? മാനും വുമണും ബോയും കൂടെ ചേർന്ന് ഒരു വർക്ക് 3 days ഫിനിഷ് ചെയ്യുന്നല്ലേ ആദ്യം പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അതിൽ മാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ എ മാൻ എലോൺ ക്യാൻ ഡു ഇറ്റ് ഇൻ 6 days. എങ്കിൽ ആ മാൻ മാത്രമാണ് ആ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ സെയിം വർക്ക് 6 days ആ മാൻ ഫിനിഷ് ചെയ്യുന്നത്. ഇനി പറയുന്നത് എന്താ? ആൻഡ് ബോയ് എലോൺ ഇൻ 18 days. ആ വർക്ക് ബോയ് ചെയ്യുമ്പോഴത്തേക്കും ബോയ് 18 ദിവസത്തിൽ ഈ വർക്ക് ഫിനിഷ് ചെയ്യും. ദെൻ വുമൺ എലോൺ ടു ടേക്ക് കംപ്ലീറ്റ് ദ വർക്ക്. എങ്കിൽ വുമണിന് ഈ വർക്ക് ചെയ്ത് തീർക്കാൻ എത്ര ദിവസമാകും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദ്യം. അതിലേക്കായിട്ട് നമുക്ക് LCM എടുക്കാം. 3ന്റെയും 6ന്റെയും 18ന്റെയും LCM എടുക്കാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞതുപോലെ കൂട്ടത്തിൽ വലുതേതെന്ന് നോക്കുക. 18 ആണ്. അതിൻ്റെ ഏത് മൾട്ടിപ്പിൾ ബാക്കിയുള്ളത് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നോക്കിയാൽ മതി. 18ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 18 × 1 18 ആണ്. 18ൽ 6 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6 × 3 ആണ് 18. അപ്പോൾ 6 പോകും. അതുപോലെ 3 പറ്റുമോ 18ൽ? 18ൽ 3 × 6 ആണ് 18. അപ്പോൾ 18ൽ ഇത് രണ്ടും ഡിവൈസിബിൾ ആണ്. എങ്കിൽ ടോട്ടൽ വർക്ക് 18 ആണ് ടോട്ടൽ വർക്ക്. ടോട്ടൽ 18 ചുമരുകളുണ്ട് എന്ന് വെച്ചോളൂ. ഇവർ പെയിന്റിങ് പണിക്കാരാണ്. എങ്കിൽ
മാനും വുമണും ബോയും കൂടെ ഈ 18 ചുമരുകൾ പെയിന്റ് ചെയ്യാൻ അവർക്ക് 3 ദിവസം മതി. 3 ദിവസം കൊണ്ട് അവർ ഈ 18 ചുമരുകൾ പെയിന്റ് ചെയ്ത് തീർത്തു. എങ്കിൽ ഒരു ദിവസം അവർ 3 പേരും കൂടെ ചേർന്ന് ചെയ്ത വർക്ക് എത്രയായിരിക്കും? 1 ഡേ. 18 ചുമരുകൾ പെയിന്റ് ചെയ്യാൻ 3 ഡേയ്സ് എടുക്കുന്നുണ്ടെങ്കിൽ മെന്നും വുമണും ബോയും കൂടെ ചേർന്ന് ഒരു ദിവസം ചെയ്തത് 18 ഡിവൈഡഡ് ബൈ 3 6 വർക്കായിരിക്കില്ലേ? ഒരു ദിവസം 6 ചുമരുകളാണ് മാനും വുമണും ബോയും കൂടെ പെയിന്റ് ചെയ്യുന്നത്. എങ്കിലേ 3 ദിവസം കൊണ്ട് ഈ 18 ചുമരുകൾ പെയിന്റ് ചെയ്തിരിക്കാൻ പറ്റും. എങ്കിൽ മാനിന്റെ ഒരു ദിവസത്തെ വർക്ക് എത്രയായിരിക്കും? മാൻ 6 ദിവസം കൊണ്ടാണ് 18 ചുമരുകൾ പെയിന്റ് ചെയ്ത്. എങ്കിൽ ഒരു ദിവസം 18 ഡിവൈഡഡ് ബൈ 6 3 അല്ലെ? ഒരു ദിവസം 3 ചുമര് നിരക്കിലായിരിക്കും മാൻ പെയിന്റ് ചെയ്യുന്നത്. എങ്കിൽ ബോയുടേതോ 18 ചുമരുകൾ പെയിന്റ് ചെയ്യാൻ ബോയ്ക്ക് 18 ദിവസം എടുത്തു. എങ്കിൽ ഒരു ദിവസം ഒരു ദിവസം ഒരു ചുമര് വെച്ച് പെയിന്റ് ചെയ്താലല്ലേ 18 ദിവസം കൊണ്ട് തീക്കാണെന്നുണ്ടെങ്കിൽ 18 ചുമരുകൾ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വുമണിൻ്റെത് കണ്ടുപിടിച്ചൂടെ? ഇതാ നോക്കൂ, മാൻ ഒരു ദിവസം 3 ചുമരുകൾ പെയിന്റ് ചെയ്തു. ബോയ് ഒരു ദിവസം 1 ചുമരാണ് പെയിന്റ് ചെയ്യുന്നത്. എങ്കിൽ മാനും ബോയും കൂടെ ചേരുമ്പോഴത്തേക്കും ഒരു ദിവസം എത്ര ചുമരായിരിക്കും പെയിന്റ് ചെയ്യുന്നത്? 3 + 1 4 ചുമരായിരിക്കില്ലേ? ഇല്ലേ? മാനും ബോയും കൂടെ ചേരുമ്പോൾ 4 ചുമർ. ക്വസ്റ്റനിൽ മുകളിൽ പറയുന്നത് എന്താ? മാനും ബോയും വുമണും കൂടെ ചേരുമ്പോഴത്തേക്കും ഈ 4 എന്നുള്ളത് 6 ആയി മാറുകയാണ്. അപ്പോൾ വുമണിന്റെ കോൺട്രിബ്യൂഷൻ വർക്കിൽ എത്രയായിരിക്കും? ഉണ്ടെങ്കിൽ 2 ആയിരിക്കും. വുമൺ 2 ചുമര് പെയിന്റ് ചെയ്യും. എങ്കിലേ മാൻ 3 ബോയ് 1 വുമൺ 2 3 + 1 4 + 2 6 ആവത്തുള്ളൂ. അപ്പോൾ വുമൺ ഒരു ദിവസം 2 ചുമരാണ് പെയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 വർക്കാണ് ചെയ്യുന്നത് നമ്മൾ എടുത്തു. എങ്കിൽ ഈ ടോട്ടൽ 18 ചുമരുകൾ പെയിന്റ് ചെയ്യാൻ വുമണിന് എത്രയായിരിക്കും? 18 ഡിവൈഡഡ് ബൈ 2 9 ആണ് ആൻസർ. വുമണ് ഒരു ദിവസം 2 ചുമരുകൾ പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 18 ചെയ്യാൻ വേണ്ടിയിട്ട് 9 ദിവസം എടുക്കും, അല്ലെങ്കിൽ 9 × 2 18. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A and B together can complete a piece of work in 18 days. ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നത് എന്താ? എയും ബിയും കൂടെ ചേർന്ന് ഒരു വർക്ക് 18 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ആദ്യം പറയുന്നത് എയും ബിയും കൂടെ ചേർന്ന് ഒരു വർക്ക് എത്ര ഡേയ്സിലാണ്? 18 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാണ്. അടുത്ത എന്താ പറയുന്നത്? ബി ആൻഡ് സി ഇൻ 24 ഡേയ്സ്. അതേ വർക്ക് ബിയും സിയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 24 ദിവസമാവും. ഇനി എന്താ പറയുന്നത്? ആൻഡ് എ ആൻഡ് സി ഇൻ 36 ഡേയ്സ്. എക്കും സിക്കും ആ വർക്ക് ചെയ്യാൻ എത്രയാ? 36 ഡേയ്സ് ആവുന്നു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ആൾ ഓഫ് ദം ടുഗദർ കംപ്ലീറ്റ് ദ വർക്ക്. എങ്കിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് ചെയ്ത് തീർക്കും എന്നാണ്. അപ്പോൾ അതിലായിട്ട് നമ്മൾ സാധാരണ മുന്നേയുള്ള ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തതുപോലെ ഇവർ എന്ത് വർക്കാണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. എയും ബിയും 18 ദിവസം കൊണ്ട് ചെയ്ത അതേ വർക്ക് തന്നെയാണ് ബിയും സിയും 24 ദിവസത്തിൽ ചെയ്തത്. അതേ വർക്ക് തന്നെയാണ് എയും സിയും 36 ദിവസത്തിൽ ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് ടോട്ടൽ വർക്ക് എത്രയാണെന്ന് കണ്ടെത്താം. അത് ഈ 3 നമ്പേഴ്സിന്റെയും LCM ആയിരിക്കും. ഓക്കെ, 18ന്റെയും 24ന്റെയും 36ന്റെയും LCM ആയിരിക്കും. LCM എളുപ്പത്തിൽ എടുക്കാമെന്ന് ഞാൻ നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ കൂട്ടത്തിൽ വലിയ നമ്പർ ഏതാ? 36 ആണ്. ആ വലിയ നമ്പറിന്റെ ഏത് മൾട്ടിപ്പിളിൽ ബാക്കി 2 നമ്പേഴ്സും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാൽ മതി. വലിയ നമ്പർ 36 ആണ്. 36ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 36 × 1 36 ആണ്. 24 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. 18 പോവും. 18 × 2 ആണ് 36. പക്ഷെ 3 നമ്പറും ഡിവിസിബിൾ ആവണം. ഓക്കെ, അടുത്ത് 36ന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ 36 × 2 72 ആണ്. 72ൽ 24 പോവും. 24 × 3 ആണ് 72. ഓക്കെ, 72ൽ 18 പോവും. 18 × 4 ആണ് 72. അപ്പോൾ ടോട്ടൽ വർക്ക് ഇതിന്റെ LCM ആയിട്ടുള്ള 72 എന്നെടുക്കുകയാണ്. നമ്മൾ സാധാരണ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെല്ലാം പറഞ്ഞതുപോലെ ടോട്ടൽ വർക്ക് 72. ഇവരെല്ലാം പെയിന്റിംഗ് പണിക്കാരാണ്. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 72 ചുമരുകളാണ് അവർ പെയിന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മാറ്റാം. എങ്കിൽ ഈ 72 ചുമരുകൾ പെയിന്റ് ചെയ്യാൻ എക്കും ബിക്കും
18 ദിവസം എടുത്തു എന്നാണ്. എങ്കിൽ ഒരു ദിവസം എയുടെയും ബിയുടെയും വർക്ക് എത്രയായിരിക്കും? 72 ഡിവൈഡഡ് ബൈ എയും ബിയും ഒരു ദിവസം ചെയ്യുന്നത് 72 ഡിവൈഡഡ് ബൈ 18 ഈക്വൽ ടു 4 എന്നാണ്. എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ വർക്ക് 4 എന്ന് എടുക്കാം. അപ്പോൾ 1 ഡേ വർക്ക് എയും ബിയും 4 ആണ്. ഓക്കെ, ഒരു ദിവസം 4 ചുമരുകൾ എയും ബിയും പെയിന്റ് ചെയ്താൽ 18 ദിവസം കൊണ്ട് 4 × 18 72 ചുമരുകൾ എയും ബിയും പെയിന്റ് ചെയ്യും അല്ലേ? എങ്കിൽ ബിയും സിയും ഈ വർക്ക് ചെയ്യാൻ 24 ദിവസമാവുന്നു. 72 ചുമരുകൾ പെയിന്റ് ചെയ്യാൻ ബിക്കും സിക്കും 24 ഡേയ്സ്. എങ്കിൽ 1 ഡേ എത്രയായിരിക്കും? 72 ഡിവൈഡഡ് ബൈ 24 3 ആയിരിക്കും. ബിയും 3യും 1 ഡേ. ബിയും സിയും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 3 ആയിരിക്കും അല്ലേ? ഒരു ദിവസം 3 ചുമര് വെച്ച് 24 ദിവസം ആകുമ്പോൾ 72 ചുമര് ഫിനിഷ് ചെയ്യും. എയും സിയും ഈ 72 ചുമര് പെയിന്റ് ചെയ്യാൻ 36 ഡേയ്സ് എടുത്തു. അപ്പൊ എക്കും സിക്കും എത്രയായിരിക്കും ഒരു ദിവസത്തെ എയുടെയും സിയുടെയും വർക്ക്? 72 ഡിവൈഡഡ് ബൈ 36 2 ആണ് എയുടെയും സിയുടെയും ഒരു ദിവസത്തെ വർക്ക്. എയുടെയും സിയുടെയും ഒരു ദിവസം 2. എയും ബിയും ബിയും സിയും എയും സിയും എല്ലാം ഒരു ദിവസം ചെയ്യുന്ന ജോലി നമ്മൾ എടുത്തു. ഇനി ഒന്ന് നോക്കിക്കോളൂ, ഇവിടെ ഒരു ദിവസം ഇവിടെ ഇത്രയും ജോലി ചെയ്യുന്ന ആരൊക്കെയാ? ഇവിടെ 2 എ ഉണ്ടല്ലേ, 2 ബി ഉണ്ടല്ലേ, 2 സി ഉണ്ടല്ലേ. അപ്പൊ ഒരു ദിവസം നമ്മൾ എടുത്ത ഈ വർക്കിന്റെ എല്ലാ സമ്മ് 4 + 3 + 2 എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. ഈ 9 എത്ര പേരായിരിക്കും ചെയ്യുന്നത്? 2 എ ഉണ്ട്, 2 ബി ഉണ്ട്, 2 സി ഉണ്ട് അല്ലേ? ഇതിന്റെയൊക്കെ ടോട്ടൽ സമ്മ് 4 + 3 + 2 4 ചുമര് എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം 4 ചുമര് പെയിന്റ് ചെയ്യും. ബിയും സിയും കൂടെ ചേർന്നാൽ 3 ചുമര് പെയിന്റ് ചെയ്യും. എയും സിയും കൂടെ ചേർന്നാൽ 2 ചുമര് പെയിന്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ ഇത്രയും പേര് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം 9 ചുമര് പെയിന്റ് ചെയ്യും അല്ലേ? ഇവർ ഇത്രയും എന്ന് പറയുന്ന ആരാ? 2 എ ഉണ്ട്, 2 ബി ഉണ്ട്, 2 സി ഉണ്ട്. ഓക്കെ, 2 എയും 2 ബിയും 2 സിയും കൂടെ ചേർന്നിട്ടാണ് 9 ചുമര് ഒരു ദിവസം പെയിന്റ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ആവശ്യം എന്താ? ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ all of them together complete the work? ഇതിൽ എയും ബിയും സിയും കൂടെ ചേർന്ന് എത്ര ദിവസത്തിൽ വർക്ക് ചെയ്യുമെന്നാണ്. ഇതിൽ എല്ലാവരുടെയും ഡബിൾ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കോമൺ ആയിട്ട് 2 പുറത്തെടുക്കാം. 2 പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയും ബിയും സിയും മാത്രമായിട്ട് കിട്ടത്തില്ലേ? ഇത് അപ്പോഴും 9 തന്നെയാണ്. എങ്കിൽ അതിൽ നിന്ന് എന്താ? എയും ബിയും സിയും മാത്രം കണ്ടെത്താമല്ലോ. എയും ബിയും സിയും മാത്രം കണ്ടെത്താനായിട്ട് ഈ 2 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതിയാവും. എയും ബിയും സിയും ഒരു ദിവസം ചെയ്യുന്ന ജോലി 2 എയും 2 ബിയും 2 സിയും 9 ദിവസമാണെന്നുണ്ടെങ്കിൽ എയും ബിയും സിയും വരുമ്പോഴത്തേക്കും ഈ 2 കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക 9/2 4.5. ഓക്കെ, എയും ബിയും സിയും ഒരു ദിവസം ചെയ്യുന്ന ജോലി 4.5. നമ്മൾ പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ എയും ബിയും സിയും ചേർന്നാൽ 4 ചുമരുകൾ പെയിന്റ് ചെയ്യും ഒരു ദിവസം. അങ്ങനെ ഈ 72 ചുമര് പെയിന്റ് ചെയ്യാൻ അവർക്ക് എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. ടോട്ടലി 72 വർക്ക് ഇവർ 3 പേരും കൂടെ ചേർന്ന് എത്ര ദിവസത്തിൽ ചെയ്യും? എങ്കിൽ നമുക്ക് എഴുതാം, എയും ബിയും സിയും കൂടെ ചേർന്ന് ഈ ടോട്ടൽ 72 വർക്ക് ഫിനിഷ് ചെയ്യാൻ 72 ഡിവൈഡഡ് ബൈ 4.5 അല്ലേ? ഈ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് 2 വെച്ച് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയും 2 വെച്ച് മുറിക്കേണ്ടി വരും. എങ്കിൽ 72 × 2 144 4.5 × 2 9. ഇതാ വെട്ടി ചെയ്താൽ മതി. 9ഉം 14ഉം വെട്ടുമ്പോഴത്തേക്കും 1, ശേഷം ഇവിടെ 5ആണ് വരുന്നത്, 9 54 വരുമ്പോഴത്തേക്കും 6. ആൻസർ 16. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. വളരെ എളുപ്പമാണ്. ഇതിലെല്ലാം നമ്മൾ ഒരു ദിവസത്തെ വർക്ക് എടുത്ത് അതിൻ്റെ സം എടുക്കുമ്പോഴത്തേക്കും ഇവരുടെയൊക്കെ ഡബിൾ ആണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് അവർ A + B + C മാത്രമായിട്ട് എടുക്കുമ്പോഴത്തേക്കും ഈ അവരുടെ എല്ലാം ഡബിൾ വർക്ക് 9 ആണെന്നുണ്ടെങ്കിൽ A + B + C മാത്രമായിട്ട് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി 4.5 ആയിരിക്കും അവർ ഒരു ദിവസം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ 72 വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ 72 ചുമരുകൾ പെയിന്റ് ചെയ്യാൻ വേണ്ടി 72 ഡിവൈഡഡ് ബൈ 4.5 ചെയ്ത് വരുമ്പോൾ 16 എന്ന് കിട്ടും. മനസ്സിലായിട്ടുണ്ടെന്ന് വരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A and B can do a piece of work in 30 days. ഇവിടെ എന്താ പറയുന്നത്? എയും ബിയും കൂടെ ചേർന്ന് ഒരു വർക്ക് 30 ദിവസം കൊണ്ട്
ഫിനിഷ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നത്. ഇനി എന്താ, വൈൽ ബി ആൻഡ് സി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 24 days. അതേ വർക്ക് ബിക്കും സിക്കും കൂടി ചെയ്യാൻ 24 ദിവസം എടുത്തു. ഇനി എന്താ പറയുന്നത്, ആൻഡ് സി ആൻഡ് എ ഇൻ 20 days. ആ വർക്ക് സിക്കും എക്കും കൂടെ ചെയ്യാനാണെങ്കിൽ 20 days എടുക്കും. ഇനി എന്താ പറയുന്നത് നോക്കാം. ദേ ഓൾ വർക്കിംഗ് ടുഗദർ ഫോർ 10 days. Then B and C leave. How many days more will A take to finish the work? ഇവർ എല്ലാവരും കൂടെ ചേർന്ന്, ഇവർ ആരൊക്കെയാണ് ഉള്ളത്? ഇവിടെ 2 Aയും 2 Bയും 2 Cയും ആണ്. അപ്പോൾ ഉള്ളത് ആരൊക്കെയാ? Aയും Bയും Cയും ആണ്. അവരുടെ എഫിഷ്യൻസി 2 എല്ലാ വർക്കിലും കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിൽ Aയും Bയും Cയും കൂടെ ചേർന്ന് 10 ദിവസം ഈ ജോലി ചെയ്യും. എന്നിട്ട് അതിൽ നിന്നും Bയും Cയും പിന്മാറും. ഓക്കെ, ബാക്കി വർക്ക് എ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? നമ്മൾ പറഞ്ഞ പോലെ 2 Aയും 2 Bയും 2 Cയും ആണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ മോഡൽ തന്നെയാണ്. 2 Aയും 2 Bയും 2 Cയും. അതിൽ നിന്ന് നമുക്ക് Aയും Bയും Cയും കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. അതിലേക്കായി നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടെത്തിയിട്ട് ഇവർ ഇത്രയും പേര് 1 day ചെയ്യുന്ന ജോലി അല്ലെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി എടുക്കാം. അതിലേക്കായി നമ്മൾ LCM ആണ് എടുക്കേണ്ടത്. 30ൻ്റെയും 24ൻ്റെയും 20ൻ്റെയും LCM എടുക്കാൻ നമ്മൾ എന്താ ചെയ്യുക? കൂട്ടത്തിൽ വലിയ നമ്പർ ഏതാ? 30 ആണ്. 30യുടെ ഏത് മൾട്ടിപ്പിളിൽ 24ഉം 20യും പോകും എന്ന് നോക്കാം. 30യുടെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 30 × 1 30. 30യിൽ 24ഉം പോകത്തില്ല 20യും പോകത്തില്ല. ഓക്കെ, 30യുടെ സെക്കൻഡ് മൾട്ടിപ്പിൾ 60. 60യിൽ 20 പോകും, 3 പ്രാവശ്യമാണ്. പക്ഷെ 24 പോകത്തില്ല, അപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. 30യുടെ തേർഡ് മൾട്ടിപ്പിൾ 90. 90യിൽ 24ഉം 20യും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 30യുടെ ഫോർത്ത് മൾട്ടിപ്പിൾ 30 × 4 120 ആണ്. 120യിൽ 20 പോകും, 20 × 6 ആണ് 120. 24ഉം പോകും, 24 × 5 ആണ് 120. അപ്പോൾ 120 ആണ് അതിൻ്റെ LCM. അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് ആ LCM ആയ 120 എന്ന് എടുക്കാം. നമ്മൾ സാധാരണ പറയുന്നത് പോലെ എല്ലാ ക്വസ്റ്റ്യനിലും ഇവർ പെയിന്റ് പണിയാണ് ചെയ്യുന്നതെന്ന് കരുതിക്കോളൂ. അവർ ചെയ്യുന്നത് 120 ചുമരുകളാണ് പെയിന്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ 120 പെയിന്റ് ചെയ്യാൻ എക്കും ബിക്കും 30 ദിവസം എടുത്തു എന്നാണ്. എങ്കിൽ 1 ഡേയിൽ എയും ബിയും ചെയ്യുന്ന എത്രയാ? 120 ഡിവൈഡഡ് ബൈ 30 4 ആണ്. 4 ചുമരുകളായിരിക്കില്ലേ ഒരു ദിവസത്തിൽ എയും ബിയും ചെയ്യുന്നത്. ഒരു ദിവസം 4 ചുമര് വെച്ചിട്ട് 30 ദിവസം ചെയ്യുമ്പോഴല്ലേ 4 × 30 120 ചുമരുകളാവുന്നത്. അങ്ങനെ ബിക്കും സിക്കും ഈ 120 ചുമരുകൾ പെയിന്റ് ചെയ്യാൻ 24 days എടുക്കും. എങ്കിൽ ബിയും സിയും ഒരു ദിവസം ചെയ്യുന്ന എത്രയാ? 120 ഡിവൈഡഡ് ബൈ 24 5 ആയിരിക്കും. ഒരു ദിവസം 5 ചുമര് വെച്ചിട്ടായിരിക്കും ബിയും സിയും പെയിന്റ് ചെയ്യുന്നത്. എങ്കിൽ സിക്കും എക്കും 120 ചുമര് പെയിന്റ് ചെയ്യാൻ 20 days ആവും. എങ്കിൽ സിയും എയും ഒരു ദിവസം ചെയ്യുന്ന എത്രയാ? 120 ഡിവൈഡഡ് ബൈ 20 6 ആയിരിക്കില്ലേ. സിയും എയും 1 day ചെയ്യുന്നത് 6 ചുമരുകളായിരിക്കും. 6 ചുമര് വെച്ചിട്ട് 20 ദിവസം ആകുമ്പോഴത്തേക്കും 120 ചെയ്യുന്നു. 120 ചുമര് പെയിന്റ് ചെയ്യാൻ 20 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 6 ചുമര് വെച്ചായിരിക്കണം പെയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇത് എയും ബിയും ബിയും സിയും എയും ചേർന്നതായിരിക്കും ഇതിന്റെ സം. ഒരു ദിവസം ഇവർ ഇത്രയും പേര് ചേർന്ന് കഴിഞ്ഞാൽ 6 + 5 11 11 + 4 15 ആയിരിക്കും. ആരൊക്കെയാണ്? 2 A ഉണ്ട്, 2 B ഉണ്ട്, 2 C ഉണ്ട്. ഇവർ ഇത്രയും പേര് ചേർന്ന് ഒരു ദിവസം ചെയ്യുന്നതാണ് 15 ചുമരുകൾ. ഇതിൽ നിന്നും എയും ബിയും സിയും മാത്രം, ഇവരുടെ എല്ലാം ഡബിൾ ആണ് കിടക്കുന്നത്. എയും ബിയും സിയും മാത്രം അല്ലേ, 2 Aയും 2 Bയും 2 Cയും ചേർന്നിട്ടാണ് 15 ദിവസത്തിൽ വരുന്നത്. ഇതിൽ നിന്ന് എയും ബിയും സിയും മാത്രം ഇത്ര ഒരു ദിവസത്തിൽ ചെയ്യുന്ന എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 15ന്റെ പകുതി ആയിരിക്കും, 7.5 ആയിരിക്കും അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി, കോമൺ ആയിട്ടുള്ള 2 പുറത്തെടുത്തിട്ട് ആ 2 കൊണ്ടുവന്നിട്ട് 15 ഡിവൈഡ് ചെയ്താൽ 15 × 2 7.5. ഓക്കെ, അതിനേക്കാളും നല്ലത് 2 Aയും 2 Bയും 2 Cയും 15 ദിവസമാണെന്നുണ്ടെങ്കിൽ എയും ബിയും സിയും എത്രയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും. എയും ബിയും സിയും ഒരു ദിവസം ചെയ്യുന്നവർക്ക് 7.5 എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? എയും ബിയും സിയും കൂടി ചേർന്ന് 10 ദിവസം
ആ ജോലി ചെയ്തു. ഒരു ദിവസം 7.5 റൂം പെയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ 10 ദിവസം ആ പണി ചെയ്തിട്ട് ബിയും സിയും തമ്മിൽ പിന്മാറി. പിന്നെ എ ആണ് ബാക്കി ജോലി ചെയ്തത്. അപ്പോൾ എ ഒരു ദിവസം ചെയ്യുന്നവർക്ക് ഇതിൽ നിന്നും കണ്ടെത്തേണ്ടി വരും. അത് നമുക്ക് നോക്കാം. ബിയും സിയും കൂടെ ചേർന്ന് ഒരു ദിവസം ചെയ്യുന്നത് 5 വർക്കാവും. അതിൻ്റെ കൂടെ എയും ബിയും സിയും കൂടെ ചേരുമ്പോഴത്തേക്കും 7.5. അപ്പോൾ ബിയുടെയും സിയുടെയും കൂടെ എ കൂടെ ചേരുമ്പോഴത്തേക്കും 5 7.5 ആവുന്നു. 5ൻ്റെ കൂടെ 2.5 കൂട്ടുമ്പോഴാണ് 7.5 ആവുന്നത്. അപ്പോൾ എ കൊണ്ടേ ചെയ്യുന്നത് 2.5 വർക്കായിരിക്കത്തില്ല. എ ഒരു ദിവസം 2.5 ചുമരും, ബിയും സിയും ഒരു ദിവസം 5 ചുമരും വരുമ്പോഴത്തേക്കും 5ഉം 2.5യും എയും ബിയും സിയും വരുമ്പോഴത്തേക്കും 7.5. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം ക്വസ്റ്റ്യൻ. ഓക്കെ, എയും ബിയും സിയും ഒരു ദിവസം 7.5 ചുമര് വെച്ചിട്ട് എത്ര ദിവസം ജോലി ചെയ്തു എന്നാണ് പറയുന്നത്? 10 days ആണ്. ഓക്കെ, 10 days, ഒരു ദിവസം 7.5 ചുമര് വെച്ചിട്ട് 10 days വരുമ്പോഴത്തേക്കും 75 വർക്കായിരിക്കും അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ 75 ചുമരുകളായിരിക്കും പെയിന്റ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 120 നിന്നും 75 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വർക്കായിരിക്കും അവിടെ ഉള്ളത്? ബാക്കി 125 ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. ഈ വർക്ക് 120 75 വർക്ക് എയും ബിയും സിയും കൂടെ ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്തു. ബാക്കി 45 വർക്കാണ് അവിടെ ബാക്കിയുള്ളത്. ഈ 45 വർക്ക് എ ബാക്കി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുമെന്നാണ്. എ ഒരു ദിവസം 2.5 വർക്ക് ചെയ്യും. അങ്ങനെ ഈ 45 വർക്ക് ചെയ്യാൻ വേണ്ടി ടേക്ക് എത്ര ആയിരിക്കും? 45 ഡിവൈഡഡ് ബൈ 2.5 അല്ലേ? ഈ പോയിന്റ് മാറ്റാണെന്നുണ്ടെങ്കിൽ രണ്ടിടത്തും കോമൺ ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തോളൂ. അപ്പോൾ 45 × 2 90 ഡിവൈഡഡ് ബൈ 2.5 × 2 5. 5 90 വെട്ടുമ്പോഴത്തേക്കും 18 ആണ്. അപ്പോൾ ആൻസർ എ 18 ഡേയ്സിലായിരിക്കും ഈ പെൻഡിങ് വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു.